ഇപ്പോൾ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച ആൾ പേര് വന്നിട്ടില്ല. അപ്പോൾ അത് അട്ടിമറിക്കപ്പെടണമെങ്കിൽ സ്വാഭാവികമായിട്ട് പേയ്മെന്റ് സീറ്റാണെന്ന് പറയുന്നതിൽ 100 അർത്ഥങ്ങളുണ്ട്. CPM സഹയാത്രിയായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഒരിക്കൽ കൂടി അസന്നിഗ്ധമായിട്ട് പറയാം. കഴിഞ്ഞ ദിവസം DCC ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച NB ബാബുരാജാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്? രാജ്യത്തിന് ഗുണകരമായ രീതിയിൽ ഭരണം നടത്തുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിന് കീഴിൽ മാത്രമാണ് സംസ്ഥാനത്തിന് പുരോഗതി കൈവരിക്കാൻ സാധിക്കുന്നത്. ആ പുരോഗതി കൈവരിക്കണമെങ്കിൽ കോർപ്പറേഷൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കണം. കഴിഞ്ഞ ദിവസം രാജിവെക്കുന്ന സന്ദർഭത്തിൽ കുറെ ആക്ഷേപങ്ങൾ പാർട്ടിയെ കുറിച്ച് ഉന്നയിച്ചിരുന്നു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്ഥാനാർത്ഥി നിർണയം വാർഡ് കമ്മിറ്റിയിൽ നിന്ന് പേര് വരുന്നവർക്ക് മാത്രമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ വാർഡ് കമ്മിറ്റിയിൽ പേര് വരാത്ത ഒരാളെ പേയ്മെന്റ് സീറ്റ് നൽകി വാർഡ് 65 എരഞ്ഞിപ്പാലത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നിർത്തിയിരിക്കുകയാണ്. ഇതിന്റെ ആക്ഷേപം കാരണമാണ് നമ്മൾ ജില്ലാ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചത്. പേയ്മെന്റ് സീറ്റ് എന്ന് പറയുമ്പോൾ ആരോ പണം വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചോളുക. ഞാൻ പേയ്മെന്റ് സീറ്റാണെന്ന് പറഞ്ഞതിന് തെളിവ് ഇതാണ്. എന്താ തെളിവ്? ഈ വാർഡിൽ നിന്ന് സ്ഥാനാർത്ഥി നിർണയ യോഗത്തിൽ ഇപ്പോൾ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച ആൾ പേര് വന്നിട്ടില്ല. അപ്പോൾ അത് അട്ടിമറിക്കപ്പെടണമെങ്കിൽ സ്വാഭാവികമായിട്ട് പേയ്മെന്റ് സീറ്റാണെന്ന് പറയുന്നതിൽ 100 അർത്ഥങ്ങളുണ്ട്. CPM സഹയാത്രിയായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഒരിക്കൽ കൂടി അസന്നിഗ്ധമായിട്ട് പറയാം. അതിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ, രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ, ഭരണചരിത്രം പരിശോധിച്ചാൽ 2 ടേം മുഖ്യമന്ത്രിയാവാൻ ഭാഗ്യം അവസരം കൊടുത്തത് പിണറായി വിജയന് മാത്രമാണ്. കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യയിൽ ഏറ്റവും മികച്ച ഭരണമാണ് നടക്കുന്നത്. മോദി ലോകത്തിന്റെ തന്നെ നേതാവാണ് എന്നൊക്കെയാണ് 2 ദിവസം മുമ്പ്. രാഷ്ട്രീയത്തിൽ സ്ഥിരം ശത്രുക്കളും മിത്രങ്ങളും ഇല്ലാന്ന് ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞില്ല. അതന്നെയാണ് ഉത്തരം. ആ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. രാഷ്ട്രീയത്തിൽ സ്ഥിരം ശത്രുവും മിത്രവും ഇല്ല. അതായത് ഇപ്പോൾ ഇടതുപക്ഷം കേരളത്തിൽ മികച്ച ഭരണം നടത്തുന്നു, കേന്ദ്രത്തിലാണെങ്കിൽ NDA നല്ല ഭരണം നടത്തുന്നു. സ്ഥിരം ശത്രുക്കളും മിത്രങ്ങളും ഇല്ല രാഷ്ട്രീയത്തിൽ. അതായത് ആ നിലപാടിലൊന്നും ഒരു മാറ്റം ഇപ്പോഴും ഇല്ല. സ്ഥിരം ശത്രുക്കളും മിത്രങ്ങളും ഇല്ല രാഷ്ട്രീയത്തിൽ. ഓക്കെ, ഏതായാലും NB ബാബുരാജാണ് ഇപ്പം നമ്മളോട് സംസാരിച്ചത്. ക്യാമറ പേഴ്സൺ മനേഷ് പെരുമണ്ണക്കൊപ്പം T. അനീസ് അലി, മീഡിയ 1 കോഴിക്കോട്.